ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹരിലേഖ എഴുതിയിരിക്കുന്ന ഒരു മെയിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ഹരിലേഖ. യഥാർത്ഥ പേരല്ല, ഇത് ഒരു വ്യാജ പേരാണ്. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. മാഡം, ഞാൻ +2 കഴിഞ്ഞിട്ട് നേഴ്സിംഗാണ് പഠിച്ചത്, അതും ജനറൽ നേഴ്സിംഗ്. തീരെ സാമ്പത്തികം കുറഞ്ഞ ഒരു വീട്ടിലെ അംഗമാണ് ഞാൻ. എനിക്ക് ഒരു സഹോദരനുണ്ട്. അവൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അടുത്താണ് ഒരു ചെറിയ കമ്പനി. അച്ഛനും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. തുച്ഛമായ വരുമാനം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ലോണൊക്കെ എടുത്ത് അവർ എൻ്റെ കൂടെ നിന്നത്. പക്ഷേ നേഴ്സിംഗ് കഴിഞ്ഞപ്പോഴേക്കും തുച്ഛമായ ശമ്പളമല്ലേ മാഡം കിട്ടുന്നത്. അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിൽ കുറേ നാൾ വർക്ക് ചെയ്തു. പക്ഷേ സൗന്ദര്യം എവിടെയും എനിക്കൊരു അനുഗ്രഹമായിരുന്നു. കാര്യം, കൂട്ടത്തിൽ എത്ര പെണ്ണുങ്ങൾ നിന്നാലും എന്നെ എടുത്തു കാണിക്കും. അതിന് തക്ക സൗന്ദര്യം ദൈവം എനിക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരുന്നു. എന്നെ കല്യാണം കഴിക്കാനൊന്നും ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും പ്രേമിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും ഡോക്ടർമാരടക്കം പലരും എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. നല്ലൊരു പ്രൊഫഷൻ കയ്യിലുണ്ടല്ലോ, അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പതുക്കെ രക്ഷപ്പെടാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നു. സാലറി ഒന്നും കൂടിയില്ല. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. എല്ലായിടത്തും ഒരേ സാലറി, പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ലാത്ത ജീവിതം. എങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കാനും ലോൺ അടയ്ക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മോളെ, കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഇനി നീ ഒരു കല്യാണം നോക്കണം. കല്യാണപ്രായമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കല്യാണമൊന്നും വേണ്ടാന്ന്. ഇല്ല, നോക്കണം, ഇനിയിപ്പോൾ ചെക്കന്മാർ നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മയാണ് മുൻകൈ എടുത്തിറങ്ങിയത്. അമ്മ പലരോടും പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ പിന്നെ എന്നെ മിക്കവാറും ദിവസങ്ങളിൽ പെണ്ണ് കാണാൻ ഏതെങ്കിലും ഒരു ചെറുക്കൻ വരും. ഞാൻ നേഴ്സാണല്ലോ, അതുകൊണ്ട് വിദേശത്തോ മറ്റോ പോയി അയാളെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചായിരുന്നു പലരും വന്നത്. അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എനിക്കറിയില്ല അങ്ങനെയൊക്കെ പഠിച്ച് വിദേശത്ത് പോകാൻ പറ്റുമോയെന്ന്. പലരും പോകുന്നുണ്ട്. എനിക്ക് അത്രയും കഴിവുള്ള നേഴ്സാണോയെന്ന് സംശയമുണ്ട്. എന്തായാലും ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ അലസിപ്പോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും പല പ്രശ്നങ്ങളും തർക്കങ്ങളും വിവാഹത്തിൽ വരുമല്ലോ. ഇതിനിടയ്ക്കാണ് ഒരു ദിവസം ഒരു ചെക്കൻ എന്നെ കാണാൻ വന്നത്. അയാളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ മനസ്സിൽ എന്നോ ഉള്ള ഒരു കാമുകൻ്റെ ഭാവം. പ്രേമിക്കാനൊന്നും ഒരിക്കലും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഒത്ത്, നല്ല ഉയരം, നല്ല ഷേപ്പ്, എന്തുകൊണ്ടും ഏത് പെണ്ണും ഇഷ്ടപ്പെട്ടു പോകും. ഇയാൾ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് 100% സമ്മതമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഈ വീട്ടിലെ സിറ്റുവേഷനും എൻ്റെ ജോലിയുടെ കാര്യങ്ങളുമൊക്കെ പുള്ളി എങ്ങനെയാവോ കരുതുക ഒന്നും എനിക്കറിയുകയില്ല. അവരാണെങ്കിൽ വേറൊരിടത്ത് പോയി പെണ്ണ് കണ്ട് ഇഷ്ടപ്പെടാതെ തിരിച്ചു വന്നപ്പോൾ ആരോ ഒരു ഇൻഫർമേഷൻ കൊടുത്തതറിഞ്ഞ് എന്നെ കാണാൻ കയറിയതാണ്. അതും ഒരു ഞായറാഴ്ച. എനിക്കാണെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ അമ്മ വിളിച്ചു പറഞ്ഞു, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, നമുക്കിനി ജാതകമൊക്കെ നോക്കാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന്. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും ചെക്കന്മാർ വന്നെങ്കിലും ഈ കല്യാണം നടക്കുന്നോർത്താണ് എനിക്ക് നല്ല സന്തോഷം തോന്നിയത്. ജാതകം ചേരും. അങ്ങനെ അമ്മയും അച്ഛനും സഹോദരനുമെല്ലാം അവരുടെ വീട്ടിൽ പോയി. അവർക്ക് സന്തോഷം തന്നെ. തിരിച്ചു വന്നപ്പോൾ അമ്മയും അച്ഛനും കൂടെ എന്നോട് പറഞ്ഞു, എൻ്റെ മോളെ, ഈ കല്യാണം നടക്കാൻ തോന്നുന്നില്ലെന്ന്. അതെന്താ അമ്മേ, അവരെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞോന്ന്? എടി, അവർ വലിയ വീട്ടുകാരാണ്, വലിയ സമ്പന്നരാണ്. എനിക്കറിയില്ല എന്ത് കണ്ടുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞെന്ന്. എനിക്ക് തോന്നുന്നു ചെറുക്കൻ നിന്റെ സൗന്ദര്യം കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരിക്കാം. അല്ലാതെ ഒരിക്കൽ പോലും അത്രയും വലിയ വീട്ടിലൊരു ചെക്കൻ നിന്നെ കല്യാണം കഴിക്കില്ല, എനിക്ക് ഉറപ്പാണ്. എന്തോ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മേ അവരെന്താ പറഞ്ഞെന്ന്? അവർക്കൊരു ഡിമാൻഡും ഇല്ലടി. ഈ മാസം തന്നെ കല്യാണം നടത്തണമെന്നാണ് അവർ പറഞ്ഞത്. ഈ മാസമോ? അതെ, ചെക്കന് ഇനി 2 മാസത്തെ ലീവ് കൂടെ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നടത്തണം. അവന് 10-40 ദിവസമെങ്കിലും ഇവിടെ നിൽക്കണ്ടേ. പിന്നെ ഒരു ഡിമാൻഡുമില്ല. ചെറിയ രീതിയിൽ അത്യാവശ്യം ബന്ധുക്കളെ മാത്രം വിളിച്ച് കല്യാണം നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്, നമ്മളുടെ സ്ഥിതി അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നമുക്ക് നടത്താം. കാര്യം, അവർക്കൊരു ഡിമാൻഡുമില്ല. ഇത്ര ഒരു ഭാഗ്യം ആർക്കെങ്കിലും വരുമോ? ഞാനിതൊക്കെ കേട്ടപ്പോൾ ആകെക്കൂടി ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ഇത്രയും വലിയ വീട്ടിലെ ചെക്കൻ, സുന്ദരൻ, എന്നെ കണ്ടിഷ്ടപ്പെട്ടു, ഒരു ഡിമാൻഡുമില്ല, പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതിന് മാത്രം സൗന്ദര്യമുള്ളവളാണോ ഞാൻ എന്നോർത്ത് ഞാൻ കണ്ണാടിയിൽ നോക്കി അത്ഭുതം കൂറി നിന്നു. ശരിക്കും പൊട്ടന് 50 കോടി ലോട്ടറി അടിച്ച പോലായിരുന്നു എൻ്റെ ഭാവം.
പെട്ടെന്ന് തന്നെ വിവാഹം നടന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 50 പേർ, അവരുടെ കുടുംബത്തിൽ നിന്ന് 10-15 പേര്, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് കല്യാണം നടക്കുകയും ചെയ്തു. എന്തായാലും അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള വീട്ടിലേക്ക് കെട്ടിക്കയറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അത് എന്തുകൊണ്ടും എനിക്ക് സന്തോഷം തന്നെ നൽകി. അവരിനി എന്നോട് വേർതിരിവ് കാണിക്കുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ല. അമ്മായിമ്മയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് പെരുമാറുന്നു. നാത്തൂന്മാരാണെങ്കിലും അങ്ങനെ തന്നെ, ഒരു പ്രശ്നവുമില്ല. അവരൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും വിദേശ സെറ്റിൽഡാണ്. ഒത്തിരി പണമുള്ളവർക്ക് ഒത്തിരി ഗർവം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. എവിടെയും പ്ലസൻറ്റ് സിറ്റുവേഷൻ മാത്രം. ഞാൻ ചെന്ന് കയറി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് വന്ന് പറഞ്ഞു, മോളെ, നീ അവൻ്റെ കൂടെ ഗൾഫിൽ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, എനിക്കൊരു കൂട്ടായിട്ട്. കാര്യം എല്ലാവരും അങ്ങ് വിദേശത്താണ്, ഞാൻ ഒറ്റപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞ അമ്മയുടെ കൂടെ നിന്നോളാമെന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, മോളിനി ഹോസ്പിറ്റലിൽ നിന്നും പോകണ്ട, ജോലി അങ്ങ് നിർത്തുക. മോക്ക് എത്ര രൂപ സാലറി കിട്ടുമായിരുന്നു? ഞാൻ പറഞ്ഞു, അതമ്മേ ഇത്ര രൂപ. അത് ഞാൻ മോക്ക് അങ്ങ് പോക്കറ്റ് മണിയായിട്ട് തരാം. അയ്യോ അത് വേണ്ട അമ്മേ. എന്നാലും നീ ജോലിക്ക് പോകണ്ട, നിന്റെ ഭർത്താവിനും അതിഷ്ടമല്ല. ഞാനോർത്തിപ്പോൾ ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും എൻ്റെ സർട്ടിഫിക്കറ്റ് ആരും കൊണ്ടുപോകില്ലല്ലോ. ഇനി ഇവിടെ സെറ്റായില്ലെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് പോകാം. ഇപ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നതാകും നല്ലത് എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ അമ്മായിമ്മയ്ക്ക് തലയാട്ടിയെല്ലാം സമ്മതിച്ചു. വൈകുന്നേരം ഇത്തിരി താമസിച്ചാണ് അമ്മായിമ്മ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തിയ ശേഷം എന്നെ റൂമിലേക്ക് വിട്ടത്. ഭർത്താവ് അവിടെ അക്ഷമയോടുകൂടി കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ആഹാ, നീ സാരിയും ബ്ലൗസും ആണോ ഇപ്പോഴും ഉടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞ് സെറ്റ് സാരി ഉടുത്താൽ മതിയെന്ന്. അമ്മ പഴഞ്ചനാണ്, നീ സെറ്റ് സാരി ഒന്നും ഉടുക്കേണ്ട കാര്യമില്ല. ദേ ഈ അലമാരയിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നൈറ്റ് ഗൗൺ നീ ഇട്ടാൽ മതിയെന്നും. ഞാനാണെങ്കിൽ നോക്കിയപ്പോഴില്ലേ, സിനിമയിലൊക്കെ വില്ലന്മാരിടില്ലേ ഒരു നൈറ്റ് ഗൗൺ, അതുപോലെ എല്ലാ വശവും ഇങ്ങനെ കെട്ടുന്ന ഒരു വസ്ത്രം. ഞാൻ ഞങ്ങളുടെ നൈറ്റ് ഗൗൺ ഒന്നും കണ്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷെ സിനിമയെ കണ്ടിട്ടുണ്ട്. ചേട്ടാ ഇതെങ്ങനെ ഇടുന്നതും നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് പുള്ളിയോട് പറഞ്ഞു, പോയി മാറിയിട്ട് വാ, ഇതിങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് മുൻവശം കെട്ടിയാൽ മതി. ഒന്നും ഒക്കെ അറിയില്ല, നീ നേഴ്സല്ലേ, നിനക്ക് മുറിവ് കെട്ടാൻ അറിയില്ലേ, അപ്പോൾ പിന്നെ കെട്ടാൻ എന്തെത്ര ബുദ്ധിമുട്ട് എന്ന് കാർക്കശത്തോടുകൂടി ചോദിച്ചു. ഇന്നലെ വരെ എന്നോട് നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, ഇന്നെന്താ ഇത്ര അധികാരമെടുക്കുന്നത്? എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും. ഞാൻ ആ നൈറ്റ് ഗൗൺ മാറ്റിയിട്ട് പുള്ളിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്നെ പേടിയാണോ എന്ന്. ഞാൻ പറഞ്ഞു, അല്ല, പക്ഷേ നീ ഒന്ന് പേടിക്കുന്ന പോലെ തോന്നിയെന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, ഭർത്താവിനെ പേടിക്കണ്ടേ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത്തിരി പേടിയൊക്കെ ആകാം, നിനക്ക് ഈ നൈറ്റ് ഗൗൺ നന്നായി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പുതിയൊരു വസ്ത്രമിട്ടതിൻ്റെ ഒരു സങ്കോചം എനിക്കുണ്ടായിരുന്നു. പുള്ളി തോളിൽ കൂടെ കയറ്റി തന്നെ പോപ്പോ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. ഞാനാണെങ്കിൽ ആ കൂടി ചമ്മിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ നല്ല ഗൗരവമുള്ള കാര്യങ്ങളും പഴയ കഥകളും പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നടത്തുന്നത് വേറൊന്ന്. ഇങ്ങനെ എന്തായി കാണിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. പക്ഷെ പുള്ളിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ലെന്ന്. എന്നോട് ചോദിച്ചു, നീ എന്താ എവിടെയോ ആണല്ലോ നിൻ്റെ മനസ്സെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് എവിടെയുമല്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, കഥകളൊക്കെ നിർത്തി കാര്യത്തിലേക്ക് കടക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് സോറി പറയുകയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്. മറ്റ് ചില കഥകളുടെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എനിക്ക് ഇന്ന് ക്ഷമിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല. നിനക്ക് ക്ഷീണമാണെന്നറിയാം, പക്ഷേ ഇന്ന് എന്ത് തന്നെയാണെങ്കിലും ക്ഷീണം മറക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കരതലങ്ങൾ കളം വരച്ച് പകർന്നാടുകയായിരുന്നു. എനിക്ക് മറുപടിയൊന്നും പറയാനില്ല. പുരുഷനാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം. അദ്ദേഹത്തിൻ്റെ ലാളനകൾ എന്നെ മറ്റൊരു ലോകത്തെത്തിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പ്രധാന വാതിൽ തുറക്കാനുള്ള സമയമായി. എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന കൊമ്പനെ നീ തന്നെ ആൾക്കൂട്ടത്തിലൂടെ വകഞ്ഞു മാറ്റി ഗോപുര നടയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. നീ തന്നെ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ തന്നെ കൊമ്പനെ മറ നീക്കി പുറത്തേക്ക് ആനയിക്കണമെന്ന്. എനിക്കാണെങ്കിൽ നല്ല ചമ്മലുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഭർത്താവ് പറഞ്ഞതല്ലേ, അത് അതേപടി അനുസരിച്ചു. പക്ഷേ കൊമ്പനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ കൊമ്പൻ കോട്ടയിൽ കയറിയാൽ കോട്ടവാതിലും കാണില്ല, കോട്ടയും കാണില്ല, സർവ്വതും ഇടിച്ചു നിരത്തും. ഈ കൊമ്പനെ തടയാൻ ഇന്നെനിക്കാവില്ല. എൻ്റെ സൈന്യം വളരെ വീക്കാണ്. ഇന്നെൻ്റെ കോട്ടവാതിൽ തകരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ സൈന്യാധിപനെ നഷ്ടപ്പെട്ട രാജ്ഞിയെപ്പോലെ ഞാനവിടെ നിന്നു.
ஒன்றா ரெண்டா ആസைകൾ എല്ലാം சொல்லவே ഇന്നൊരു നാൾ പോതുമാ എന്ന പാട്ടിലെ പോലെയായിരുന്നു തുടക്കം. വളരെ റൊമാൻറ്റിക്കായി. പക്ഷേ എപ്പോഴാണ് അതൊരു കലാപമായി മാറിയെന്ന് എനിക്കറിയില്ല. ഇടിയും മിന്നലും പേമാരിയും ചക്രവാതച്ചുഴിയും ഒരുമിച്ച് വന്നതുപോലെയായിരുന്നു. ഈ കടമ്പ കടക്കാൻ ഞാൻ പാടുപെടുമെന്ന് മനസ്സിലായെങ്കിലും എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണിതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അമിതമായ ബുദ്ധിയൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ ജീവിതം തന്നെ ധന്യമായെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴോ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ പറ്റിയത്. അതോടുകൂടി ഞാൻ ആരാധികയായി മാറുകയായിരുന്നു. ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിച്ചാൽ ഗുണം എനിക്ക് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം അതിലും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അന്ന് വെളുപ്പിന് ഇടിവെട്ടി പിന്നെയും ഒരു മഴ കൂടി പെയ്തു. പിന്നെ പോകുന്നിടം വരെ ഞാൻ പുറം ലോകം കണ്ടിട്ടില്ല എന്ന് പറയാം. പുറം ലോകം കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, മിക്ക സമയത്തും എനിക്ക് പുറം ലോകത്തേക്കുള്ള അനുമതി നിഷേധിച്ചിരുന്നു. കോട്ടയ്ക്കുള്ളിലെ കൊമ്പനെ തളയ്ക്കാൻ ഞാൻ പാടുപെട്ടു. പക്ഷേ അത് എനിക്കൊത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. അമ്മായിയമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മോൾ നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എന്നോട് സ്നേഹത്തോട് പെരുമാറി. ആരും ശല്യമില്ലാത്ത വലിയൊരു വീട്. അമ്മായിച്ചനാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഒത്തിരി തിരക്കും. പിന്നെ എന്ത് വേണം? പുള്ളി പോയപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. കാര്യം എനിക്ക് പിന്നെയും അദ്ദേഹത്തോടൊത്ത് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോൾ 8 മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ എമർജൻസി ലീവ് കിട്ടുകയാണെങ്കിൽ ഇടയ്ക്ക് വരാമെന്ന് പ്രോമിസ് ചെയ്തു. ഞാൻ പറഞ്ഞു, പ്രോമിസ് ചെയ്താൽ അത് പാലിക്കണം. എനിക്ക് കാത്തിരുന്ന് കണ്ണ് കഴയ്ക്കും. പോയ ശേഷവും എന്നോട് അതീവ സ്നേഹമായിരുന്നു. ശരിക്കും നല്ല ഫ്രണ്ട്സിനെ പോലെയായിരുന്നു ഞങ്ങൾ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാ ദിവസവും ജോളിയായിരുന്നു. പക്ഷേ പോയി 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലകറക്കവും ഛർദിലുമെല്ലാം ഒന്നിച്ചു വന്നു. വിശേഷമായെന്ന് മനസ്സിലായി. അമ്മായിമ്മയോട് പറഞ്ഞു, മോളിനി റെസ്റ്റ് എടുക്ക്, നല്ലവണ്ണം വന്ന്. പക്ഷേ ഞാൻ ഒരു നേഴ്സല്ലേ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അമ്മായിമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും അവരുടെ കൂടെ ചേർന്ന് ഞാനും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും. ജോലിക്കാരുണ്ട് എങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യണ്ടേ. അമ്മായിമ്മ എന്നെ പലപ്പോഴും വിലക്കിയതാണ്. പക്ഷേ ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ബോധം കിട്ടി വീണു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഇത് പോയല്ലോ എന്ന്. അങ്ങനെ ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു. അമ്മായിമ്മയും ഒത്തിരി വഴക്ക് പറഞ്ഞു. ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഇനി പറയാനൊന്നുമില്ല. അവസാനം പിന്നെ അതങ്ങ് കോംപ്രമൈസായി. അമ്മായിമ്മ പറഞ്ഞു, എടി നിൻ്റെ ഒരുത്തിയുടെ അശ്രദ്ധ കൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലേ വിശ്രമിക്കണമെന്ന്. അപ്പം നീ എന്താ പറഞ്ഞത്? സാധാരണ പണിയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നീ നേഴ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യമായി വഴക്ക് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും പിന്നെ ഞാനും അമ്മായിമ്മയും നല്ല കൂട്ടായി. പിന്നെ അതൊക്കെ എല്ലാവരും മറന്നു. ഹസ്ബൻഡ് പിന്നെയും പലപ്പോഴും വന്നിട്ട് പോയി. എപ്പോഴും സന്തോഷം തന്നെ. ഞങ്ങൾ തമ്മിൽ വളരെ ജോളി. പക്ഷേ പ്രതീക്ഷിച്ചത് മാത്രം നടക്കുന്നില്ല. എല്ലാവരും ചോദ്യങ്ങളായി. എൻ്റെ ഭർത്താവിനോട് നാട്ടിൽ വന്ന് നിൽക്കാൻ എല്ലാവരും പറഞ്ഞു. അദ്ദേഹം 6 മാസം വന്ന് ഇടയ്ക്ക് നിന്ന് മാടും. എന്നിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല. ഡോക്ടർമാർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹത്തിന് ഗൾഫിൽ നിന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൗണ്ടൊക്കെ ഇത്തിരി കുറവാണ്, അത്രയേ ഉള്ളൂ. മരുന്ന് കഴിച്ചാൽ ഓക്കെ ആകുമെന്ന് പറഞ്ഞാണ് 6 മാസം നിന്നത്. പക്ഷെ അത് മെച്ചപ്പെട്ടില്ല. ഇനി അടുത്ത വരെ വരാമെന്ന് വെച്ചിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു വാഹനാപകടം അവിടെ വെച്ച് സംഭവിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ആരോഗ്യത്തോടു കൂടിയാണ് തിരിച്ചു വന്നത്. എങ്കിലും ചില ചതവുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോഴും വേറെ ഇഷ്യൂസൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പഴയതുപോലെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഡോക്ടറെ കണ്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം 0 ആണ് മാഡം, ഒരു കൗണ്ടുമില്ല. ആ കൂടി അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നത് ആക്സിഡൻറ്റിലെ ക്ഷതം കൊണ്ടിങ്ങനെ വന്നതാണെന്നാണ് ഭർത്താവും പറഞ്ഞത്. അതുപോലെ ഡോക്ടറും ഏകദേശം അങ്ങനെ പറഞ്ഞു. അത് നമുക്ക് വീണ്ടെടുക്കാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ഒരു ഗുണവും ഉണ്ടായില്ല. അമ്മായിമ്മ എന്നെ പഠിക്കാൻ തുടങ്ങി. നീ ഒറ്റൊരുത്തിയാണ്, എങ്ങനെയും ഒരു ഭാഗ്യം കിട്ടിയതാണ്, അത് നീ നേഴ്സാണെന്നുള്ള ഓവർ കോൺഫിഡൻസിൽ കളഞ്ഞു കുളിച്ചു. ഇനി നീ തന്നെ പറ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്ക് വഴക്കുണ്ടാക്കി. രണ്ടിനും ഇതിലൊന്നും സീരിയസ്നെസ് അറിയുകയില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഒരു പ്രശ്നം ഇതിൽ ഉണ്ടായിട്ടില്ല. ഇവന് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇവരോട് ഞാൻ പറഞ്ഞതാണ് ഗൾഫിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു.
ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ആ ചികിത്സിച്ച് അതൊക്കെ ശരിയാകും, നമുക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, എപ്പോഴെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, അതൊന്നും അല്ലല്ലോ കാര്യം, നമ്മൾ നല്ല ജോലിയല്ലേടി എന്ന് പറഞ്ഞു. നല്ല കാശൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് വരാനൊന്നും പുള്ളി തയ്യാറുമല്ല. ഞാൻ ഓർത്തു അധികം റിസ്ക് ഒന്നും എടുക്കുക എനിക്ക് വയ്യ. പക്ഷേ അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ഒറ്റ ഒരുത്തിയെ കാരണം ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഭർത്താവില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ദിവ്യശക്തിയൊന്നുമില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നല്ല കോളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മായിമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ മകൻ, ഏറ്റവും ഇളയ മകനാണ്. അവൻ ഇവിടെ വന്നു നിന്ന് 6 മാസം പഠിക്കാൻ പോകുകയാണത്രേ. ഇവിടെ വിദേശ പഠനം നടത്തുന്നവർക്ക് വേണ്ടി ഒരു കോഴ്സുണ്ട്. അതിൽ വലിയൊരു അക്കാഡമി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഹോസ്റ്റലൊന്നും നോക്കണ്ട, ഇവിടെ നിന്നോളാൻ അമ്മായിമ്മ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ചെക്കൻ വന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ ബാംഗ്ലൂരിൽ ഒരു കോഴ്സ്, അതും പാരാമെഡിക്കൽ കോഴ്സ് PG കഴിഞ്ഞ് വന്ന ചെക്കനാണ്. ഞാൻ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, എൻ്റെ ഭർത്താവിനേക്കാൾ സുന്ദരന്മാർ ഈ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്നോ എന്ന് അതിശയിച്ചു പോയി. ചെക്കൻ സൂപ്പറാണ്, കൊള്ളാം. പക്ഷേ ചെക്കൻ വലിയ പഠിപ്പിസ്റ്റാണ്, ഒരു റിസർവ്ഡ് ടൈപ്പുമാണ്. അവന് ഒരു മുറി അസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ സൗകര്യങ്ങളും കൊണ്ടാണ് അവൻ വന്നത്. അവിടെ ഇരുന്ന് പഠിക്കും. ഭക്ഷണമെല്ലാം അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. രാവിലെ 9:30 ആകുമ്പോഴേക്കും ക്ലാസ്സിന് പോകും. വൈകിട്ട് 5:30 ആകുമ്പോൾ തിരിച്ചു വരും. അല്ലാതെ പുറത്തെങ്ങും അധികം പോകില്ല. പിന്നെ 7 മണിയാകുമ്പോഴേ ജിമ്മിൽ പോകും. ജിം അടുത്ത് തന്നെയാണ്. 8:30 ആകുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. വളരെ യാന്ത്രികമായ ഒരു ജീവിതം. ഇത്രയും നല്ല ചെറുപ്പക്കാരൻ അടിച്ചു പൊളിച്ച് നടക്കുന്നതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ സെറ്റുകൾക്കൊക്കെ പഠിക്കാനൊക്കെ വലിയ മടിയാണ്. പക്ഷേ ഇവൻ അങ്ങനെയല്ല, ശരിക്കും ഒരു ബുദ്ധി രാക്ഷസനെ പോലെ ഇരുന്ന് പഠിക്കുകയാണ്. ചില വലിയ പഠിപ്പിസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. ഇവൻ പക്ഷെ അങ്ങനെയല്ല. ഏത് പെണ്ണിനും ഒരു ഇമ്പ്രഷൻ തോന്നും. പക്ഷെ ചെക്കന് അതിലൊന്നും ഒരു ഫോക്കസ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. 1-2 വാക്കുകൾ പറയും, മനോഹരമായി ചിരിക്കും. അവന് സൗന്ദര്യത്തിലും പിന്നെ സൗരഭത്തിലുമൊക്കെ ഒത്തിരി ശ്രദ്ധയാണ്. ചെക്കൻ ഏതോ വിദേശത്തു നിന്ന് കൊണ്ടുവന്നൊരു സ്പ്രേ ആണ് അടിക്കുന്നത്. അതിന് ഒരു പ്രത്യേകതര സ്മെല്ലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനോട് സംസാരിക്കും. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുകയും ചെയ്യും. ഒരു ദിവസം അമ്മായിയമ്മ എന്നോട് ചോദിച്ചു, എടി ജയ്ക്കുട്ടിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, അവൻ നല്ലൊരു ചെക്കനല്ലേ, സുന്ദര കുട്ടപ്പൻ, പക്ഷെ ഭയങ്കര പഠിപ്പിസ്റ്റും ബുദ്ധിമാനുമൊക്കെയാണ്. സാധാരണ പിള്ളേർ കറങ്ങി നടക്കുന്ന സമയത്ത് അവൻ ഇതിലൊക്കെ ഭയങ്കര ഫോക്കസാണല്ലോ അമ്മയെന്ന്. ഫോക്കസാണ്, പക്ഷേ ഫോക്കസ് തെറ്റിക്കാനും പെണ്ണുങ്ങളെ വിചാരിച്ച് നടക്കും. ഏയ്, അങ്ങനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ പെണ്ണുങ്ങളൊക്കെ ഉള്ളൊരു കോഴ്സിലെ പഠിക്കുന്നത്, ആണുങ്ങൾ വളരെ കുറവാണ്. എന്നിട്ട് പോലും അവൻ നോക്കിക്കേ കൃത്യമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഞാനൊരു കാര്യം നിന്നോട് പറയാം. 6 മാസമാണ് അവന് കോഴ്സ് പഠിക്കാൻ വന്നെങ്കിലും അവൻ 1 വർഷം ഇവിടെ നിൽക്കും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നിർത്തിയില്ലെങ്കിൽ നീ നിർത്തിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? അവന് കോഴ്സ് പഠിക്കാൻ വന്ന് 6 മാസത്തിനുള്ളിൽ പാസ്സായാലും ഞാനെന്തിനാ അവനെ നിർത്തിക്കുന്നത്? എടി, ആനയ്ക്ക് ആനയുടെ വില അറിയില്ലെന്ന് പറയുന്ന പോലെയാണ് നിന്റെ പ്രവൃത്തി. നീ വിചാരിച്ചാൽ അവൻ 1 വർഷമല്ല 2 വർഷം വേണമെങ്കിലും ഇവിടെ നിൽക്കും. പക്ഷെ നീ തുനിഞ്ഞിറങ്ങണം, നിന്റെ സ്ട്രാറ്റജി മാറ്റണമെന്ന് പറഞ്ഞു. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അമ്മ വിളിച്ചു പറയുകയാണോ? അമ്മയ്ക്ക് എന്നെ സംശയമുണ്ടോ? അമ്മ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരു സംശയവുമില്ല. പക്ഷേ നീ രംഗത്തിറങ്ങെങ്കിൽ മാത്രമേ ഇനി എൻ്റെ കാര്യം നടക്കുകയുള്ളൂ. എൻ്റെ മകൻ ഈ അടുത്ത കാലത്തെങ്ങ് നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമുക്കെന്താ വേണ്ടത്? ഔട്ട്കമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി പ്രൊഡക്ടിവിറ്റി അങ്ങ് കൂട്ടണം. ഇൻകം കയറി കഴിയുമ്പോഴേക്കും ഔട്ട്കം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഉണ്ടടി, പ്രശ്നമുണ്ട്. എനിക്ക് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാം, അതാണ് എൻ്റെ പ്രശ്നം. ഇനിയിപ്പോൾ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, ഇവനെ നീ അങ്ങ് വരുതിയിലാക്കണം. ഞാനിതിന് കണ്ണടച്ച് തരും. അമ്മേ, അവൻ എന്നെ ചേച്ചി പോലെ കാണുന്നത്. അവനങ്ങനെ കണ്ടോട്ടെ, അതൊക്കെ ഞാൻ മാറ്റിത്തരാം. നാളെ നീ ഒരു കാര്യം ചെയ്യുക. നിന്റെ തുണികളില്ലേ, അതും ഞാൻ പറയുന്ന തുണികളൊക്കെ, ചെക്കൻ്റെ തുണികൾ നനച്ച് വിരിച്ചിരിക്കുന്ന അഴയിൽ അതിനിടയ്ക്കിടയ്ക്ക് നീ കൊണ്ടിടുക. അവൻ്റെ തുണികൾ മാറ്റിയിട്ട് നിന്റെ തുണികൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുക. അവൻ അതൊക്കെ എടുക്കാൻ വരുമ്പോൾ നിന്റെ തുണികൾ കാണണം. അത് കണ്ടിട്ട് അവനെന്തോ അത്ഭുതം. അതൊക്കെ വർക്കൗട്ട് ആകവടി, നോക്കിക്കോ, നീ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു. കുറച്ചൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഇളക്കം കയറി. അമ്മായിമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഞാനല്ല, അമ്മായിമ്മയാണ് ഏതൊക്കെ തുണികൾ അവൻ്റെ തുണികൾക്കിടയിൽ വിരിക്കണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഒരു ദിവസം എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. ചെക്കൻ തലോടുന്നു,
തുണികളിൽ അമ്മായിമ്മ പറഞ്ഞു, കാര്യങ്ങൾ സക്സസ് ആയി. ഇനിയിപ്പം നീ വല്ലപ്പോഴും അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ച് മുകളിലത്തെ നിലയിലേക്ക് രാത്രി ചെല്ലണം. അതൊക്കെ റിസ്ക് അല്ലേ അമ്മേ? എൻ്റെ ഹസ്ബൻഡ് പോലും ഇവിടെയില്ല. അമ്മയുടെ വാക്ക് കേട്ട് ഞാൻ എടുത്തു ചാടി എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അമ്മായിമ്മ പറഞ്ഞു, എടി, അങ്ങനെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് സുബദ്ധമാക്കാം. അതല്ലേ നമുക്ക് വേണ്ടത്. ആ സമയത്ത് തന്നെ, അറിയുന്ന സമയത്ത് അവനെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എമർജൻസി ലീവിൽ പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുവരും. നീ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതിയെന്നും. ഞാൻ പറഞ്ഞു, അതൊന്നും റിസ്ക്കാണ്, ശരിയാകില്ലെന്ന്. ശരിയാകും, നീ ഇപ്പോഴേ തുടങ്ങൂ. ഇപ്പോഴേ പരിശ്രമിച്ചാൽ പയ്യെ തിന്നാൽ പനിയും തിന്നാന്ന് പറഞ്ഞു. എനിക്കാദ്യം ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ രാത്രി അവൻ്റെ മുറിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി. ആദ്യം അവന് ഇത്തിരി സങ്കോചമായിരുന്നു. പിന്നെ ഞാൻ അവനടുത്തിരുന്ന് പഠിക്കുന്നതും മറ്റു കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. രാത്രി എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ച് ഫ്ലാസ്ക് എടുത്തുകൊണ്ട് വന്ന് ചായയൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ തല മസാജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ പതുക്കെ എന്നോട് ഭയങ്കര ക്ലോസായി. തൽപര കക്ഷിയാണ്. പക്ഷെ അച്ഛനും അമ്മയൊക്കെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പഠിച്ച് വിദേശത്ത് പോകണമെന്ന്. അതുകൊണ്ടാണ് പുള്ളി പമ്മിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഞാൻ പറഞ്ഞു, മോനെ, അതിർത്തി താണ്ടി ചേച്ചിക്കൊരു തെരച്ചിൽ നടത്തണമെന്ന്. അവൻ പറഞ്ഞു, വേണ്ട ചേച്ചിന്ന്. ഞാൻ പറഞ്ഞു, വേണം, എനിക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. അമ്മ ഉറക്കമായിരിക്കും, ഒരു പ്രശ്നവും വരില്ലെന്ന്. അവൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ അടങ്ങിയിരിക്കുമോ? ഞാൻ അതിർത്തിയിൽ കൂടി പരതി വേലിക്കല്ല് കണ്ടുപിടിച്ചു. അങ്ങനെയായപ്പോഴേക്കും അവൻ പിന്നീട് അടങ്ങിയിരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ അവന് വേണ്ടി ചില സമയങ്ങൾ പകർന്നു നൽകി. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഇനിയിപ്പം നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിർത്തിയിൽ പടവെട്ടാമെന്ന്. അവൻ ആദ്യം സമ്മതിച്ചില്ല. റിസ്ക്കാണ്, ചേട്ടനോടില്ലാത്തപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ സേഫായുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നീ എന്നെ പൂർണ്ണമായും വിശ്വസിക്കൂ, എൻ്റെ ജീവിതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളത്തിലിറങ്ങി. അമ്മയാണെങ്കിൽ അറിഞ്ഞപ്പോൾ മുതൽ നേരത്തെ തന്നെ കയറി കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി. അങ്ങനെ എൻ്റെ താണ്ഡവ നൃത്തം തുടങ്ങി. ചെക്കന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. അതുമാത്രമല്ല, വെറൈറ്റി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാനും പലപ്പോഴും മതി മറന്നുപോയി. ഓക്കെ ആയോന്ന് അമ്മായിമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ ആയെന്ന്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, എടി, ഞാൻ നിൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. 45 ദിവസത്തേക്ക് എനിക്കൊരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അവൻ എൻ്റെ കൂടെ വന്ന് നിൽക്കും. അപ്പോൾ അമ്മ എങ്ങനെ ശരിയാകുന്നേ? എടി, അവൻ ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസം ഇവിടെ നിൽക്കും, ബാക്കി എൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ പോയി വന്നും നിൽക്കും. ഇടയ്ക്കുള്ള ദിവസങ്ങളാണ് നിന്റെ പ്രധാന ദിവസങ്ങൾ. രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എവിടുന്നെങ്കിലും നടക്കുമോളെന്ന് പറഞ്ഞു. അമ്മായിമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഹസ്ബൻഡ് വന്നു. ഞാൻ സ്നേഹത്തോടു കൂടി വിസ നൽകി അദ്ദേഹത്തെ ആരാമ കവാടത്തിലേക്ക് കടത്തിവിട്ടു. ആരാമത്തിൽ ഓൾറെഡി വിസ നേടിയെടുത്ത ഒരാൾ കൂടി ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. 2 വിസക്കാരും അവിടെ അക്ഷീണമായി ഉദ്യാനപാലനം നടത്തി. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ സക്സസ് ആയി. അമ്മായിമ്മ എനിക്കൊരു നുള്ളു തന്നു. കണ്ടോ, 2 സൈഡിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് അമ്മായിമ്മ പറയുകയാണ്. എന്നോട് കുറ്റബോധത്തിൻ്റെ ലേശം പോലും വേണ്ട എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഇതൊക്കെ സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു വിജയമായി കരുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. 6 മാസത്തിനുള്ളിൽ അവൻ കോഴ്സ് പൂർത്തിയാക്കി പോയി. ഹസ്ബൻഡും തിരിച്ചു പോയി. ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ സമാധാനത്തോടുകൂടി കഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മായിയമ്മയ്ക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ആ ചെക്കൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട്. അവന് ഒന്നും അറിയില്ല. അവനോടിത് തുറന്നു പറയണമെന്ന് ഇടയ്ക്ക് തോന്നും. പിന്നെ ഞാൻ അമ്മായിമ്മയുടെ വാക്കുകൾ ഓർത്ത് വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെയാണ് എൻ്റെ ജീവിതം പോകുന്നത്. ഇടയ്ക്ക് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മാഡം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുതുമയുള്ള കഥയൊന്നും അല്ല, ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എങ്കിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് കഥകൾ ആവശ്യമാണ് വായിക്കാൻ. അപ്പോൾ വരുമ്പോൾ വായിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഉപദേശങ്ങളൊന്നും ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ്, ഒരു കഥയായിട്ട് നമുക്കിതിനെ കണ്ടാൽ മതി.